റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന റീലാണ്, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. UK-യിലെ ഒരു പോപ്പുലർ ഇൻസ്റ്റഗ്രാമറാണ് നീരജ അമ്മൂസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു. UK-യിൽ നടന്ന ഒരു വിസ കച്ചവടത്തിൽ താൻ അംഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. എന്നാൽ തന്റെ സ്റ്റാറ്റസിലെ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ട ആളുകളാണ് ഈ വിളിച്ച് വിസയ്ക്ക് വേണ്ടി പൈസ കൈമാറി എന്നുള്ള കാര്യം. പൈസ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നീരജയ്ക്ക് ഇവിടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്. കാരണം തന്റെ സ്റ്റാറ്റസിലൂടെയാണല്ലോ അത് വന്നത്. അത് നീരജ പറയുന്നുണ്ട് അത് എന്റെ അറിവില്ലായ്മയാണെന്നുള്ള കാര്യം. ക്യാഷ് കൊടുത്ത് വിസ എടുക്കുന്നത് ഇവിടെ മോഡേൺ ഡേ സ്ലേവറിയുടെ അണ്ടറിലും ഹ്യൂമൻ ട്രാഫിക്കിംഗ് അണ്ടറിലും വരുന്ന ഒരു ഒഫൻസ് ആണ്. നീരജയുടെ തന്നെ ആ യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ട്രാൻസാക്ഷനെ പറ്റി അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എന്നാൽ താൻ ഒരു ക്യാഷും വാങ്ങിയിട്ടില്ല. ഈ ക്യാഷ് ട്രാൻസാക്ഷൻ അറിഞ്ഞിട്ടും ഹോം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ മോഡേൺ ഡേ സ്ലേവറിയുടെയും ഹ്യൂമൻ ട്രാഫിക്കിന്റെയും അണ്ടറിൽ വരുന്ന ഒഫൻസിൽ നീരജ പ്രതിയാവാനുള്ള ചാൻസ് ഉണ്ട്. നീരജ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ മഹത്വത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കേസുകളിൽ കുറ്റാരോപിതയാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു കുറ്റാരോപണം സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കുകയാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കെയർ ഹോമിന്റെ രജിസ്റ്റേർഡ് മാനേജർ അതിനെപ്പറ്റി അന്വേഷിച്ച് അതിന്റെ ഒരു റിപ്പോർട്ട് ഫയലിൽ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഹോം ഓഫീസിന്റെയോ അല്ലെങ്കിൽ CQCയുടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ രജിസ്റ്റേർഡ് മാനേജറിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ കെയർ ഹോമിനെതിരെ ഒരു ബ്ലാക്ക് മാർക്ക് ആകാനും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നീരജയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ക്യാഷ് മേടിച്ച് കൊളാബ് ചെയ്യുന്ന കാര്യം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ എക്സ്പ്ലനേഷനോ രജിസ്റ്റർ മാനേജർ മേടിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് രജിസ്റ്റർ മാനേജറിന് വലിയൊരു പണിയാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിവിടെ നീരജയെ പറ്റിയല്ല കൺസേൺ, ആ ഒരു ഹോമിനെതിരെയും ആ ഒരു മാനേജറിനെതിരെയാണ്. ടയർ 2 വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കൊളാബ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ്.